വിശുദ്ധ വാരത്തിൽ നാം പ്രവേശിക്കുകയാണല്ലോ. 50 നോമ്പിൻ്റെ പുണ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. വിശുദ്ധ വാരം തുടങ്ങുന്നത് ഹോശന്ന ഞായറാഴ്ചയോടെ ആണ്. ഹോശന്ന എന്ന വാക്കിന് അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക. ആനുകാലിക സംഭവങ്ങൾ നാം നോക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു വാക്കാണ് ഹോശന്ന എന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിൽ പോകുമ്പോൾ തന്നോടൊപ്പം സഞ്ചരിച്ച ജനങ്ങൾ ആർത്തു വിളിക്കുന്നതാണ് ഹോശന്ന ഹോശന്ന, ദാവീദ് പുത്രന് ഹോശന്ന എന്നത്. അന്നത്തെ മത രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങൾക്കൊരു രക്ഷകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അത് മെശിഹായിൽ അവർ കണ്ടെത്തുന്നതാണ് അവിടെ നാം കാണുന്നത്. സഖറിയാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലും മർക്കോസ് സുവിശേഷം 11:2 യേശു കർത്താവ് ഇതിലേക്കായി ഉപയോഗിക്കുന്ന വാഹന മൃഗം ഒരു കഴുതയാണ്. ആ കഴുതയുടെ പ്രത്യേകതയായി മർക്കോസ് 11:2 പറയുന്നത് കെട്ടപ്പെട്ട കഴുതയെന്നാണ്. കെട്ടപ്പെട്ടിരിക്കുന്നവർക്ക് വിമോചനമാണ് ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ നസ്രത്തിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞതും അതുതന്നെയാണ്. യെശയ്യാവ് 61 നാം വായിക്കുമ്പോൾ അതേ ഭാഗം ലൂക്കോസ് 4 ഭാഗങ്ങളിൽ നാം കാണുന്നു. അവിടെയും നാം കാണുന്നത് വിമോചകനായ കർത്താവിനെയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടം വിമോചകനായ ക്രിസ്തുവിനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, പ്രത്യേകിച്ച് ഇന്ന് നാം കാണുന്ന ലോക സംഭവങ്ങളുടെ നടുവിൽ രക്ഷിക്കുന്നവനും വിമോചിപ്പിക്കുന്നവനുമായ ക്രിസ്തു സാന്നിധ്യമാണ് ഈ നോമ്പിൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാന്നിധ്യമായി നാം അനുഭവിക്കേണ്ടത്. അത് നമ്മുടെ മാത്രമല്ല, നമ്മോടൊപ്പമായിരിക്കുന്ന സഹജീവികളുടെയും രക്ഷയായി അത് തീരുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. ഹോശന്ന അതിൻ്റെ അർത്ഥം വീണ്ടും പുണ്യമാക്കി തീർക്കുന്നത്. അതിലേക്ക് നടത്തുന്ന നാളുകളായി ഈ നോമ്പിൻ്റെ വാരം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.